KTU 2019 സ്കീം CS S3 DMS മൊഡ്യൂൾ 2 പേരാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് ഹോമോജീനിയസ് സൊല്യൂഷൻ. നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ എങ്ങനെ ചെയ്യാമെന്ന് ക്ലാസ്സിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. ഇതതിൻ്റെ ജനറൽ ഇക്വേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഹോമോജീനിയസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂസ് രണ്ടെണ്ണം ഡിഫറൻ്റ് ആണ് കിട്ടണമെങ്കിൽ, ഇത് ആൽഫ 1 ആൽഫ 2 എന്നാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ AN ഈക്വൽ ടു C1 ആൽഫ 1 ഓൾ റേസ് ടു N പ്ലസ് C2 ആൽഫ 2 ഓൾ റേസ് ടു N ആയിരിക്കും. ഇനി രണ്ടും സെയിം ആണ് കിട്ടണമെങ്കിൽ ആൽഫ 1 ആൽഫ 2 ഈക്വൽ ആണെങ്കിൽ സൊല്യൂഷൻ AN എന്ന് പറയുന്നത് C1 പ്ലസ് N ഇൻറ്റു C2 ഓൾ ഇൻറ്റു ആൽഫ റേസ് ടു N ആയിരിക്കും. അങ്ങനെ ബാക്കി കേസസ് ഇത് ഓൾറെഡി നമ്മൾ പ്രോബ്ലംസ് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിരുന്നു കേട്ടോ. അതുപോലെ പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ജനറൽ ഇക്വേഷൻസ് ആണ് എഴുതിയിട്ടുള്ളത്. പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ AN എന്ന് പറയുന്ന സൊല്യൂഷൻ ഈക്വൽ ടു P ആയിരിക്കും. ഇനി റൈറ്റ് സൈഡ് A റേസ് ടു N ഫോർമാറ്റ് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ P ഓഫ് A റേസ് ടു N ആയിരിക്കും. അതിൽ P എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ സൊല്യൂഷൻ എങ്ങനെ വരും? P ഇൻറ്റു N ഇൻറ്റു A റേസ് ടു N. അങ്ങനെ ബാക്കിയുള്ള കേസസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മളവിടെ നോട്ടിൽ പ്രോബ്ലംസ് മൊത്തം ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തത് കേട്ടോ. അടുത്തതാണ് റെക്കറൻസ് റിലേഷൻസ്. റെക്കറൻസ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരേ റിലേഷൻ തന്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്ന നമ്മൾ പറയുന്ന പേരാണ് റെക്കറൻസ് റിലേഷൻ. ഇത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഫാക്ടോറിയൽ പറയാം. ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4ൻ്റെ ഫാക്ടോറിയൽ, അല്ലെങ്കിൽ 4 ഇൻറ്റു 3യുടെ ഫാക്ടോറിയൽ. അപ്പോൾ ആ സെയിം ഫംഗ്ഷൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്? കോൾ ചെയ്യാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്കറൻസ് റിലേഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ടാണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഇഫ് A എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ A ഓഫ് Zൻ്റെ ജനറൽ ഇക്വേഷൻ എടുത്ത് എഴുതാം. അപ്പോൾ 7 പ്ലസ് 7.3 ഇൻറ്റു Z പ്ലസ് 7.3 സ്ക്വയർ ഇൻറ്റു Z സ്ക്വയർ പ്ലസ് അങ്ങനെ എടുത്ത് എഴുതാം. ആക്ച്വലി 7.3 അല്ലെങ്കിൽ 7.3 സ്ക്വയർ അല്ല, 7 ഇൻറ്റു 3യും 7 ഇൻറ്റു 3 സ്ക്വയർ ഫോർമാറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് 7 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാമല്ലോ. ഇപ്പോൾ ബ്രാക്കറ്റിൽ നോക്കിയാൽ 1 പ്ലസ് 3Z പ്ലസ് 3Z ഓൾ സ്ക്വയർ അങ്ങനെ ഒരു സീക്വൻസ് അല്ലേ കിട്ടുന്നത്. അതിൻ്റെ സൊല്യൂഷനാണ് 1 മൈനസ് 3Z ഓൾ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ 7/1 മൈനസ് 3Z എന്ന് കിട്ടും. ഇതൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ പ്രോബ്ലംസ് കുറച്ച് വർക്കൗട്ട് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നോക്കി AR എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 2 റേസ് ടു R പ്ലസ് 3 റേസ് ടു R ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജനറേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ Rന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് A0ൻ്റെ വാല്യൂ കിട്ടും 1 പ്ലസ് 1. അത് ആഡ് ചെയ്യരുത്, 1 പ്ലസ് 1 സെപ്പറേറ്റ് തന്നെ എഴുതാം. ദെൻ Rന് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ Rന് 1 ഇട്ട് കൊടുക്കുക, A1ൻ്റെ വാല്യൂ കിട്ടും. ദെൻ Rന് 2 ഇട്ട് കൊടുക്കുക, A2ൻ്റെ വാല്യൂ. അങ്ങനെ എല്ലാം കണ്ടുപിടിക്കണം. ദെൻ നമ്മുടെ ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ ജനറൽ ഇക്വേഷൻ എടുത്ത് എഴുതി അതിൽ A0, A1, A2, A3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളെല്ലാം ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ 1 പ്ലസ് 1 അല്ലെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് 1, സെക്കൻഡിലെ 2 ഇൻറ്റു Z, തേർഡ് ടേമിന് എടുക്കുകയാണെങ്കിൽ 2 സ്ക്വയർ ഇൻറ്റു Z സ്ക്വയർ. അങ്ങനെ ഫസ്റ്റ് ടേമുകൾ മാത്രം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. ദെൻ സെക്കൻഡ് എലമെൻറ്റ്സ് എടുക്കാം. അപ്പോൾ 1 പ്ലസ് 3Z പ്ലസ് 3 സ്ക്വയർ Z സ്ക്വയർ, അങ്ങനെ സെക്കൻഡ് എലമെൻറ്റ്സുകൾ. അപ്പോൾ 2 സീക്വൻസ് ആയിട്ടല്ലേ കിട്ടുന്നത്. ഫസ്റ്റ് സീക്വൻസിൻ്റെ സൊല്യൂഷനാണ് 1 മൈനസ് 2Z ഓൾ റേസ് ടു -1. സെക്കൻഡിൻ്റെ സിമിലർലി എങ്ങനെ എഴുതാം? 1 മൈനസ് 3Z ഓൾ റേസ് ടു -1. അതാണ് അതിൻ്റെ ആൻസർ. അതുപോലെ ബാക്കി 2 പ്രോബ്ലംസ് ഉണ്ട്, അത് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് പ്രോബ്ലം നോക്കി. സോൾവ് ദി റെക്കറൻസ് റിലേഷൻ AN പ്ലസ് 5 AN മൈനസ് 1 പ്ലസ് 6 AN മൈനസ് 2 ഇസ് ഈക്വൽ ടു 3 റേസ് ടു N സ്ക്വയർ. ഈ റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസ് ആണ്. സെയിം തന്നെ, ഒരൊറ്റ ചേഞ്ച് ഉള്ളൂ. ഇവിടെ റൈറ്റ് സൈഡ് വാല്യൂ എന്ന് പറയുന്നത് ഡിഗ്രി 2 ആണ്. അതാണ് ഇതിലെ വ്യത്യാസം കേട്ടോ. അപ്പോൾ ഡിഗ്രി 2 ഉള്ളത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി ചെയ്യണ പോലെ ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പെർട്ടിക്കുലർ സൊല്യൂഷൻ റൈറ്റ് സൈഡ് N സ്ക്വയർ ആയതുകൊണ്ട് സൊല്യൂഷൻ എങ്ങനെ വരും? P1 പ്ലസ് P2N പ്ലസ് P3N സ്ക്വയർ എന്ന് വരും. നമ്മുടെ റെക്കറൻസ് റിലേഷനിൽ AN മൈനസ് 1 AN മൈനസ് 2ന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P1 P2 P3യുടെ വാല്യൂസ് കിട്ടും. അത് നമ്മുടെ റെക്കറൻസ് റിലേഷനിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ANലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ദെൻ ടോട്ടൽ സൊല്യൂഷൻ ഹോമോജീനിയസ് പ്ലസ് പെർട്ടിക്കുലർ നമ്മൾ എഴുതുന്നു.